കേരളത്തിൻ്റെ ടാക്സ് വർധന കൂടിക്കൊണ്ട് ഓരോ കാര്യങ്ങൾക്കും ഏറ്റവും അധികം നികുതി കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ കേരളത്തിൽ ഓരോ ജനങ്ങൾക്കും, അതായത് ഒരു 10 വർഷം മുമ്പുള്ള കണക്കല്ല ഇപ്പോഴും വരുന്നത്. 10 വർഷം മുമ്പുള്ള ഓരോ സാധനങ്ങളുടെ വിലയല്ല നിലവിലുള്ളത്. കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷക്കാലമായി 5.29 പേർക്ക് റേഷൻ കിട്ടുന്നു. ഗോതമ്പും അരിയും കൊടുക്കുന്നത് സൗജന്യമായിട്ടാണ്. കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുകയാണ്. ഇപ്പോൾ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിച്ചാൽ ഈ 5 ലക്ഷം ആളുകളുടെ കഞ്ഞൂടി വിട്ടില്ലേ, അവർക്ക് ഭക്ഷണം കിട്ടുമോ? കേരളം ആദ്യത്തെ സംസ്ഥാനമാണ് അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്നുള്ളത് അറിയാതെ ഇരിക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ റേഷൻ വിതരണം നടത്തണ്ട എന്ന് വരുമ്പോൾ ഈ മഞ്ഞക്കാർഡും റെഡ് കാർഡും ഒക്കെ ഉള്ളവർ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം കൂടി. തീർച്ചയാണ്. വിലക്കയറ്റം കഴിഞ്ഞ 10 വർഷമായിട്ട് അതിരൂക്ഷമാണ്. അതായത് ഇന്ന് രാവിലെ കാണുന്ന കണക്കല്ല വൈകുന്നേരം ആകുമ്പോൾ അതിന് ആനുപാതികമായിട്ട് ടാക്സ് കൂടുന്നു. സർക്കാർ നികുതി കൂട്ടുക, വെള്ളക്കരമാണെങ്കിലും ഇലക്ട്രിസിറ്റി ആണെങ്കിലും അല്ലെ എല്ലാത്തിനും കരം കൂട്ടുകയാണ്. ദാരിദ്ര്യ വിമുക്തമല്ല എന്ന് പ്രഥമ ദൃഷ്ടിത്തിൽ കാണാവുന്നതാണ്. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് പലപ്പോഴും തട്ടുകടകളിൽ പോകുന്ന സമയത്ത് 2 ദോശ വാങ്ങിത്തരാമോ, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ചെന്നാൽ ഊണ് വാങ്ങിത്തരാമോ എന്ന് കേഴുന്ന നല്ല വസ്ത്രം ധരിച്ച ആളുകളുണ്ട്. കാരണം എന്താ, പട്ടിണി മാറ്റാൻ നമ്മൾ കണ്ണു നിറയും. ഒരു ദിവസം ഓട്ടോറിക്ഷ ഓടിച്ചില്ലെങ്കിൽ, എന്തെങ്കിലും കൂലിപ്പണി ചെയ്തില്ലെങ്കിൽ വീട് പട്ടിണിയാകുന്ന അവസ്ഥ പണ്ട് കടലോരങ്ങളിലായിരുന്നു. കടലോരങ്ങളിൽ മീൻ പിടിക്കാൻ പോകാത്ത വീടുകളുടെ സ്ഥിതി എന്താ? അപ്പോൾ കേരളത്തിൽ ഇപ്പോഴും ദാരിദ്ര്യമുണ്ടെന്ന് ഉള്ളത് സത്യമാണ്. പിന്നെ അങ്ങനെ അതിദാരിദ്ര്യമാകുന്നു. പിന്നെ സർക്കാരിൻ്റെ കണക്കിനെടുക്കാം. അതായത് ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ റേഷൻ സമ്പ്രദായം കേരളത്തിൽ ശക്തിപ്പെട്ടത്. അതിനുശേഷം അന്ത്യോദയ അന്നപൂർണ യോജന പദ്ധതി ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷക്കാലമായി 5.29 പേർക്ക് റേഷൻ കിട്ടുന്നു. ഗോതമ്പും അരിയും കൊടുക്കുന്നത് സൗജന്യമായിട്ടാണ്. കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുകയാണ്. ഇപ്പോൾ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിച്ചാൽ ഈ 5 ലക്ഷം ആളുകളുടെ കഞ്ഞൂടി വിട്ടില്ലേ, അവർക്ക് ഭക്ഷണം കിട്ടുമോ? അവർ ദാരിദ്ര്യത്തിലേക്ക് താഴെയാണെന്ന് സർക്കാർ തന്നെ അംഗീകരിച്ചിട്ട് അവർക്ക് പെട്ടെന്ന് ഒരു ദിവസം സുപ്രഭാതത്തിൽ ഇത് നിർത്തലാക്കിയ എന്താ സ്ഥിതി? ഇനിയും കേന്ദ്ര സർക്കാർ കാശ് കൊടുത്തില്ലെങ്കിലോ, അല്ലെങ്കിൽ ഗോതമ്പ് അരി കൊടുത്തില്ലെങ്കിലോ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കാശ് കൊടുക്കേണ്ടി വരില്ലേ? അപ്പോൾ ഇപ്പോഴും ദാരിദ്ര്യ വിമുക്തമല്ല, ദാരിദ്ര്യത്തിലേക്ക് താഴെയാണെന്നുള്ള പേരിൽ 5 ലക്ഷത്തി ആളുകൾ കഞ്ഞുപിടിച്ച് കിടക്കുന്നത് ഇവിടുത്തെ റേഷൻ കൊണ്ടാണ്. ആ റേഷൻ സമ്പ്രദായം പോലും വെള്ളത്തിലാവുമോ എന്ന സംശയമാണ് എല്ലാവർക്കും ഉള്ളത്. അത് തീർച്ചയായിട്ടും ഇപ്പോൾ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം പറയുന്ന രീതിയിൽ പ്രവർത്തിക്കില്ല എന്ന് വന്നപ്പോൾ ഇപ്പോൾ നിലവിലുള്ള SSK ഫണ്ട് പോലും തടഞ്ഞു വെച്ചിരിക്കുകയാണ് കേന്ദ്രം. അപ്പോൾ ഇതിനിപ്പോൾ ഏതായാലും ദേശീയ തലത്തിലേക്ക് ഈ ഒരു വാർത്ത എത്തുമ്പോൾ കേരളം ആദ്യത്തെ സംസ്ഥാനമാണ് അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്നുള്ളത് അറിയാതെ ഇരിക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ റേഷൻ വിതരണം നടത്തണ്ട എന്ന് വരുമ്പോൾ ഈ മഞ്ഞക്കാർഡും റെഡ് കാർഡും ഒക്കെ ഉള്ളവർ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം കൂടി. തീർച്ചയാണ്. മഞ്ഞക്കാടും വെള്ളക്കാടും ഒക്കെ വെള്ളത്തിലാവും. അതായത് സത്യം പറഞ്ഞാൽ ഈ 5 ലക്ഷം വീടുകൾ, 5 ലക്ഷം കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 4-5 വീടുകളാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എത്രയാണ്? 5 × 4 ഒരു 20 ലക്ഷം 25 ലക്ഷം ആളുകളുടെ ഉപജീവനമാണ്, അല്ലെങ്കിൽ ജീവിത സന്ധാരണമാണ്. അവർ പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരില്ലേ? അപ്പം റേഷനിങ് സമ്പ്രദായത്തിൽ കൂടെ കിട്ടുന്ന ആനുകൂല്യം പോലും ഇല്ലാത്ത ഒരു ദുരവസ്ഥയിലേക്ക് ഈ പ്രഖ്യാപനം ഉണ്ടാകും. മാത്രമല്ല നേരത്തെയുള്ള ഇപ്പം 100 രൂപയാണ് അല്ലെങ്കിൽ 175 രൂപയാണ് മിനിമം ഒരു ശരാശരി ഒരു കുടുംബത്തിന് വേണ്ടത് എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ടാക്സ് വർധന കൂടിക്കൊണ്ട് ഓരോ കാര്യങ്ങൾക്കും ഏറ്റവും അധികം നികുതി കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ കേരളത്തിൽ ഓരോ ജനങ്ങൾക്കും, അതായത് ഒരു 10 വർഷം മുമ്പുള്ള കണക്കല്ല ഇപ്പോഴും വരുന്നത്. 10 വർഷം മുമ്പുള്ള ഓരോ സാധനങ്ങളുടെ വിലയല്ല നിലവിലുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ കണക്കുകൾ എങ്ങനെയാണ് ശരി? അതായത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വിലക്കയറ്റം കഴിഞ്ഞ 10 വർഷമായിട്ട് അതിരൂക്ഷമാണ്. അതായത് ഇന്ന് രാവിലെ കാണുന്ന കണക്കല്ല വൈകുന്നേരം ആകുമ്പോൾ അതിന് ആനുപാതികമായിട്ട് ടാക്സ് കൂടുന്നു. സർക്കാർ നികുതി കൂട്ടുക, വെള്ളക്കരമാണെങ്കിലും ഇലക്ട്രിസിറ്റി ആണെങ്കിലും അല്ലെ എല്ലാത്തിനും കരം കൂട്ടുകയാണ്. അപ്പോൾ ജനങ്ങളെ GST എത്രയോ വലുതാണ്. അപ്പോൾ ജനങ്ങളെ പിരിഞ്ഞ് തന്നെയാണ് സർക്കാർ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പെൻഷനും ഈ സൗജന്യം കൊടുക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനത്തിലൂടെ സർക്കാർ ഖജനാവിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പാവപ്പെട്ടവൻ്റെ പള്ളക്കടിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ദരിദ്രരായ ആളുകൾ കേരളത്തിലുണ്ട്, ധാരാളമുണ്ട്. അതാരാണെന്നുള്ളത് പറയാതെ അതിദാരിദ്ര്യ വിമുക്തമാണെന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾ അതിദാരിദ്ര്യത്തിലേക്ക് പോയവരും ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു ടാക്സിന്റെ വർധനവ് കാരണം ആ കണക്കുകൾ പുറത്തു വരുന്നില്ലല്ലോ. ഇപ്പോൾ
അപ്പോൾ എത്രയോ ജീവിതങ്ങൾ ചില കടക്കണിയിൽ അല്ലെ ചില മറ്റുള്ള സാഹചര്യങ്ങൾ കൊണ്ട് അതിദാരിദ്ര്യ അവസ്ഥയിലേക്ക് പോയവരുടെ കണക്കുകൾ എടുക്കുന്നില്ല. ഇത് MPയുടെ റിപ്പോർട്ട് പ്രകാരം 2023 0.55% ആൾക്കാരുടെ കണക്കുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ എത്ര പേര് അതിദാരിദ്ര്യത്തിലോട്ട് പോയി എന്നുള്ള കണക്കുകൾ അതും ഉണ്ടല്ലോ. അത് അങ്ങനെയും ആകാലോ. അതായത് നമ്മൾ പലപ്പോഴും ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ള കണക്ക് സെൻസസ് അനുസരിച്ചാണ്. ഇപ്പോൾ സെൻസസ് ആവാൻ പോകുന്നേ ഉള്ളൂ. പഴയ സെൻസസ് കണക്കാവാം. എങ്കിൽ പോലും ഈ കണക്കുകളുടെ കാര്യത്തിൽ എപ്പോഴും സെൻസസ് ആണെങ്കിൽ പോലും സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന കണക്കല്ലേ. 10 വർഷമായി കേരളം ഭരിക്കുന്നത് ആരാ? LDF സർക്കാരില്ലേ. അപ്പോൾ LDF സർക്കാർ കൊടുക്കുന്ന കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ തീരുമാനങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ വസ്തുതാപരമായി നോക്കുമ്പോൾ LDF സർക്കാർ കള്ളക്കണക്കുകൾ കൊണ്ട് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കള്ളക്കണക്ക് കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നു. എന്തായിരുന്നാലും കള്ളക്കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തെ അതിദാരിദ്ര്യ വിമുക്തമാക്കാൻ പോകുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അതിൻ്റെ ഖ്യാതി നേടാൻ വേണ്ടി തങ്ങളെന്തോ വലിയ വിപ്ലവം സൃഷ്ടിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഞാണിമ കളിയാണിത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കി ഈ കപട വിദ്യക്കെതിരെ പൊരുതും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മറ്റൊരു സംശയം കൂടി, ലൈഫ് ലൈൻ പദ്ധതി വഴിയൊക്കെ നിരവധി വീടുകൾ ഇനിയും കിട്ടാനുള്ളവരുണ്ട്. എനിക്കൊന്ന് 10,000-കണക്കിന് ആൾക്കാർക്ക് ഇനിയും കിട്ടാനുണ്ട്. കാത്തിരിക്കുന്നവരുണ്ട്, വീടില്ലാണ്ട് കാത്തിരിക്കുന്നു, തെരുവിൽ കിടന്ന് ഉറങ്ങുന്നവരുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അട്ടപ്പാടി അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഷീറ്റൊക്കെ ഇട്ട് അതിൻ്റെ താഴെ കിടക്കുന്ന ചില വ്ളോഗേഴ്സൊക്കെ അവർക്ക് വേണ്ടുന്ന സഹായമൊക്കെ ചെയ്യുന്ന ഞാനും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളവരെയൊക്കെ പരിഗണിച്ചുകൊണ്ടാണോ ഈ കണക്കുകൾ എടുത്തതെന്നൊരു ചോദ്യം കൂടി. ലൈഫ് പദ്ധതി തുടങ്ങിയത് തന്നെ ഭവനരഹിതർക്ക് വേണ്ടി മാത്രമല്ല, ഭൂരഹിതരായ ഭരണരഹിതർക്ക് വേണ്ടിയാണ്. ഇന്നും നഗരങ്ങളിൽ, തിരുവനന്തപുരം നഗരങ്ങളിൽ ഭൂരഹിതരായ ഭരണരഹിതരുണ്ട്. അവരിപ്പോഴും പല ചായ്പകളിലും അല്ലെങ്കിൽ കടത്തുമേൽ കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവർക്കാർക്ക് വീട് കിട്ടിയിട്ടുണ്ടോ? ആ നഗരങ്ങളിൽ ഭൂരഹിതർക്ക് വേണ്ടിയുള്ള പദ്ധതി ഇപ്പോഴും കുറഞ്ഞിരിക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അത് ആക്ഷേപിച്ചു. ഞാൻ അതിൻ്റെ കോർഡിനേറ്ററായിരുന്നു. അന്ന് ഏതാണ്ട് 2 ലക്ഷത്തോളം 40 ലക്ഷത്തോളം പേരെ ഗുണഭോക്താക്കൾക്ക് വന്നു. റേഷൻ കാർഡ് മാനദണ്ഡമാക്കി. റേഷൻ കാർഡിൽ ഇല്ലാത്തവരെല്ലാം മാറ്റി നിർത്തി. ആ മാനദണ്ഡം അനുസരിച്ച് ഏതാണ്ട് ഒരു 3 ലക്ഷത്തോളം പേർക്ക് വീട് കിട്ടി. സത്യമാണ്. ഒരു 50,000 ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങി വെച്ച ഗവൺമെൻറ്റിൻ്റെ പിന്തുടർച്ചയാണ്. അതും അതിൻ്റെ ടാർഗറ്റ് പൂർത്തിയാക്കിയില്ല. പിന്നീട് തുടങ്ങിയത് പലതും ഈ ഗവൺമെൻറ് വന്ന ശേഷം പൂർത്തിയാക്കി. ഈ ഗവൺമെൻറ് വന്ന ശേഷം 4.25 ലക്ഷം ആളുകളെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു, ഗുണഭോക്താക്കൾ. അതിൽ 1.5 ലക്ഷത്തിന് പോലും വീട് കൊടുത്തിട്ടില്ല. ബാക്കി ആരും അവിടെ പോയി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ വീടില്ലാത്ത, റേഷൻ കാർഡില്ലാത്ത നിരവധി ആളുകൾ, ഒരു 3-4 ലക്ഷം ആളുകൾ ഇപ്പോഴും ഭവനരഹിതരായി കഴിയുന്നു. ഇവർ ഈ ഭവനവും ഭൂമിയില്ലാത്ത ആളുകൾ അതിദാരിദ്ര്യമല്ലേ? അത്രയും ആളുകൾ ഇല്ലാതെ എങ്ങനെയാണ് ഇവിടെ അതിദാരിദ്ര്യമാവുന്നത്? അവർ തന്നെ ഭവനവും ഭൂരഹിതവും ഇല്ലാത്ത ഒരു 3-4 ലക്ഷം ഉൾപ്പെടുത്തിയാൽ തന്നെ ഇവിടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ എത്രയാണ്? ഇനി അതുമാത്രമല്ല, അഗതികളായിട്ട് വന്നവരുണ്ട്. അതായത് അന്യ സംസ്ഥാനങ്ങളിൽ ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് ഇവിടുത്തെ സാഹചര്യവുമായി നിന്ന് വർഷങ്ങളോളം താമസിച്ച് ഇവിടെ വോട്ടേഴ്സ് ID കാർഡ് ഉൾപ്പെടെ വാങ്ങിയെടുത്ത കുറേ ആൾക്കാരുണ്ട്. അത് കേരളത്തിൽ സ്ഥിരതാമസം. അല്ല, അഗതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാഥരായ ആളുകൾ കുറേയുണ്ട്. നമ്മുടെ വാർദ്ധക്യ സദനങ്ങൾ, സർക്കാരിൻ്റെ വാർദ്ധക്യ സദനങ്ങളുണ്ട്, സാമൂഹ്യ സംഘടനകളുടെ വാർദ്ധക്യ സംഘടന. അവിടെ എത്ര ലക്ഷമുണ്ട്? അവരതിദാരിദ്ര്യമല്ലേ? ഒന്നും വേണ്ട, നമ്മുടെ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരതിനും ഇപ്പോൾ കേരളത്തിലെ പൗരന്മാരെ അംഗീകരിച്ചുകൊണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും കുറേ ആളുകൾ കേരളത്തിലെ പൗരന്മാരാണ്. അവർക്ക് വീടില്ല, അവർക്ക് ആശ്രയമില്ല. അവരും മുഴുവൻ സമയം ജോലി ചെയ്യുന്നവരല്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മുഴുവൻ സമയം സ്ഥിരമായി വരുമാനമില്ലാത്ത ലക്ഷക്കണക്കിനുള്ള കേരളത്തിൽ, ഇപ്പോഴും കൊടിയ പട്ടിണി നിലകൊള്ളുന്ന കേരളത്തിൽ അതിദാരിദ്ര്യ വിമുക്തി നേടിയെന്ന് പറയുന്നത് ശുദ്ധമായ തട്ടിപ്പാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഏത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നാളെ നടത്താനിരിക്കുന്നത് എന്നുള്ളത് അറിയില്ല. ഏതായാലും നവംബർ 1 കേരള പിറവിയോടെ നല്ലൊരു പിറവി കാണുന്ന ജനങ്ങൾ, അല്ലെങ്കിൽ കേരളം അതിദാരിദ്ര്യ വിമുക്തമാകണമെന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്ന് വന്നാലും ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പറയുന്ന വിലക്കയറ്റങ്ങളൊക്കെ കൊണ്ട് ദാരിദ്ര്യ മേഖലയിലുള്ളവർ പോലും അതിദാരിദ്ര്യ മേഖലയിലേക്ക് പോകുമ്പോൾ 2023 വെറും ഒരു കണക്ക് പ്രകാരം എങ്ങനെയാണ് ആ ഒരു വിമുക്ത കേരളമാകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം.